రసమైనా സിദ്ധു, ഞാനൊരു കാര്യം പറഞ്ഞ പിണങ്ങോ, ദേഷ്യപ്പെടോ? എന്നെ വിട്ടിട്ട് പൊയ്ക്കുള്ളൂ സിദ്ധു. സിദ്ധുവിന്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരാനാവാത്ത ഭാര്യ ഞാൻ. ഒരു കുഞ്ഞിന് ജന്മം നൽകാനാവില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു പാഴ് ജന്മം? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞെന്ന്? പിന്നെന്താ ഞാൻ പറയണ്ട? പറ, ഞാൻ എന്താ വേണ്ട? സിദ്ധു ഇങ്ങനെ ഒരുങ്ങുന്നത് കാണാനാവില്ല എനിക്ക്. അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്, എന്നെ ഉപേക്ഷിച്ച് പൊയ്ക്കോ സിദ്ധു. ഒരു സഹായം ചെയ്യണം. പോകുമ്പോ യാത്രയൊന്നും പറയരുത് എന്നോട്. എന്റെ കണ്ണിൽ നിന്നും സിദ്ധു മറയുന്നത് വരെ കരയാതെ പിടിച്ചു നിന്നോളാം ഞാൻ. ഇത്ര വലിയ വാക്കുകളൊന്നും പറയല്ലേ മനസ്സേ. സിദ്ധു, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കുഞ്ഞ് വേണം നമുക്ക്. എന്നെ അമ്മയെന്നും സിദ്ധുവിനെ അച്ഛനെന്നും വിളിക്കുന്ന ഒരു കുഞ്ഞ്. നമ്മളിൽ നിന്നും തട്ടിയെടുത്ത് നമ്മുടെ കുഞ്ഞിനെ ഈശ്വരൻ നമുക്ക് തിരിച്ചു തന്നാലോ? അങ്ങനെ വിശ്വസിക്കാം നമുക്ക്. ആ വിശ്വാസത്തിൽ നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്താലോ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നമുക്കതിനെ നമ്മുടെ കുഞ്ഞായിട്ട് വളർത്താം, അതിനെ സ്നേഹിക്കാം. നമുക്കതിന് കഴിയില്ലേ സിദ്ധു? കഴിയും, നമുക്കതിന് കഴിയും. സിദ്ധു, സമ്മതിക്ക്, സമ്മതിക്ക് സിദ്ധു. നീ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെ എടുത്തിയാടി ചെയ്യേണ്ട കാര്യമൊന്നുമല്ല ഇത്. ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ തീരുമാനിച്ചാ പിന്നെ എന്ത് പ്രോബ്ലംസ് വരാനാ? അത് പിന്നെ സിദ്ധു ടെൻഷൻ ആവണ്ട, ഒക്കെ ഞാൻ അന്വേഷിച്ചോളാം. സിദ്ധു സമ്മതം എന്നൊരു വാക്ക് പറഞ്ഞാ മതി.
തുറക്കടാ. ഒരിത്തിരിയല്ലേ ഉള്ളൂ. കഴിക്ക പ്ലീസ്. അമ്മയുടെ ചൊക്കര കുട്ടിയല്ലേ, സുന്ദരി മോളല്ലേ? അല്ല. ആര് പറഞ്ഞു അമ്മയുടെ ഒപ്പം സുന്ദരിയല്ലെന്ന്? ആ പറഞ്ഞവരുടെ കണ്ണു പൊട്ടിപ്പോവും. എന്നാ അമ്മയുടെ കണ്ണു പൊട്ടും. അമ്മയല്ലേ ഇന്നാള് പറഞ്ഞത് എന്റെ പല്ല് മത്തങ്ങ പല്ലാണെന്ന്. അയ്യോടാ, അത് ഞാൻ അപ്പൂസിനെ പറഞ്ഞതല്ല. സത്യം പറഞ്ഞാലേ ആരുടെ മത്തങ്ങ പല്ലെന്നറിയാവോ? മാനസയുടെ, നിന്റെ മണിച്ചിട്ടയുടെ. പിന്നെ മണിച്ചിട്ടിയെ കാണാൻ നല്ല ഭംഗിയാ. ഞാനും മണിച്ചിട്ടിയാ ഈ വീട്ടിലെ ഗ്ലാമർ. അയ്യടി ഗ്ലാമർ താരങ്ങള്. ഇടീ പാടത്ത് കോലം വെച്ചോലുണ്ട്. ആരാ ഇവിടെ ഞങ്ങളുടെ കുറ്റം പറയുന്നേ? ഇവള് പറയാ നീയും ഇവളുവാ ഇവിടുത്തെ ഗ്ലാമർ താരങ്ങളെന്ന്. അത് സത്യമല്ലേ? അല്ലേ അപ്പൊ മോളെ? അയ്യോ, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? കഴിക്കാതിരിക്കാനുള്ള ഓരോ സൂത്രങ്ങളാ, അല്ലതെന്താ? കഴിക്കുന്ന കാര്യത്തിലും പഠിക്കുന്ന കാര്യത്തിലും ദാ എന്റെ മോൾ ഇങ്ങനെയാ. സംസാരിക്കാനാണെങ്കിലോ വാ തുറന്ന നാവ് നിലത്ത് മുട്ടും. ഞാനൊരു വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ, എടുത്ത് കഴിക്കടി. എന്താ അപ്പൂസെ കഴിക്കാത്തെ? എനിക്ക് നൂഡിൽസ് മതി. കണ്ടോ മനസ്സേ? അപ്പോ നൂഡിൽസ് ഒന്നും വാങ്ങി കഴിക്കരുതെന്ന് ഇന്നലത്തെ ന്യൂസിൽ നമ്മൾ കണ്ടല്ലേ? എടുത്ത് നോക്കിക്കോ, മനുച്ചിട്ട കൊടുത്ത അപ്പൂസ കഴിക്കും. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടേ ഞങ്ങക്ക് മുകളിലത്തെ പക്ഷിക്കൂട്ടിൽ മുട്ട വിരിഞ്ഞോന്ന് നോക്കാനുള്ളതാ. അത് വിരിഞ്ഞിട്ടുണ്ടാവും. കഴിക്ക്, എന്നിട്ട് നമുക്ക് നോക്കാലോ. സിദ്ധു എവിടേക്കാ പോയേ? ഞാനിപ്പോ അങ്ങനൊന്നും ചോദിക്കാറില്ല എടുത്തേ. ചോദിച്ചാലും സിദ്ധു മറുപടിയൊന്നും പറയാറുമില്ല. ഒരു ഭാര്യ ഒരമ്മയാവുമ്പോഴല്ലേ ഭർത്താവിന്റെ അടുത്ത് കൂടുതൽ അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടാവാ. എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ, ഇനി കഴിയുകയില്ല. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. എനിക്കറിയാം എടുത്തി, ഒരുപാട് മാറ്റമുണ്ട് സിദ്ധുവിന്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സേ, ഒക്കെ നിന്റെ തോന്നല. എന്താ നിങ്ങൾക്കുള്ളിൽ പ്രോബ്ലം? ഇങ്ങനെയൊക്കെ തോന്നാൻ മാത്രം. പ്രോബ്ലം ഞങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട അന്ന് മുതല് സിദ്ധു ഇങ്ങനെയാ. പാവം, ഒരുപാട് ആഗ്രഹിച്ചിരുന്നു സിദ്ധു ഒരു കുഞ്ഞിന് വേണ്ടി. ഒരു കുഞ്ഞില്ലാത്തതാ എടുത്തി ഞങ്ങളുടെ ഇടയിലെ പ്രശ്നം. എനിക്ക് തിരികെ വേണം എന്റെ ആ പഴയ സിദ്ധുവിനെ, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആ പഴയ സിദ്ധുവിനെ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അഡോപ്ഷൻ എന്നൊക്കെ പറഞ്ഞ? അതെ, എല്ലാ അർത്ഥത്തിലും അത് തീരുമാനിച്ചു. സിദ്ധുവിനെ അച്ഛാന്ന് വിളിക്കാൻ ഒരു കുഞ്ഞ്. കുഞ്ഞുവാവയാ? ഇവിടെ കൊണ്ടുവരുമോ? കൊണ്ടുവരും. ആ വാവ ഇവിടെയാ താമസിക്കാൻ പോന്നെ. ആണോ? ആ വാവ ആൺകുട്ടിയോ പെൺകുട്ടിയോ? അപ്പമോളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാ പറഞ്ഞു. ബോയ് മതി. പെൺകുട്ടിയായിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ. മതി മനുഷ്യത്തെ. മനസ്സേ, നീ അത് ശരിക്കും ഉറപ്പിച്ചോ? സീരിയസ് ആയിട്ടാ. സിദ്ധു അവൻ സമ്മതിച്ചോ? ഒന്നും പറഞ്ഞില്ല. സമ്മതമായിരിക്കും. എന്താ എടുത്തി? ഏയ് ഒന്നുമില്ല. മൈന പ്രസവിച്ചു. പെൺകുഞ്ഞ. മൈനയ്ക്ക് പേടിക്കാനൊന്നുമില്ല. ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു.
അതുകൊണ്ട് റൂമിലേക്ക് മാറ്റാൻ സമയമെടുക്കും. കുഞ്ഞ് രണ്ടുപേരെ ഒരുമിച്ച് പുറത്തിറക്കിയാൽ മതിയെന്ന ഡോക്ടർ പറയുന്നത്. ആ കുഞ്ഞിന്റെ അച്ഛനാണല്ലേ? കൺഗ്രാറ്റ്സ്. ഞാൻ മൈനയുടെ ഏട്ടനാ. കുഞ്ഞിന്റെ അച്ഛൻ വന്നില്ലേ? വന്നില്ല. ഒരാപത്തും കൂടാതെ ഈശ്വരനെ അനുഗ്രഹിച്ചു അല്ലേ സാറേ? സാറിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നേ? ഏയ്, നേഴ്സ് ചോദിച്ചു കേട്ടില്ലേ കുഞ്ഞിന്റെ അച്ഛൻ എവിടെയെന്ന്? സ്വന്തം അച്ഛൻ കൺമുന്നിലുണ്ടായിട്ടും അത് അച്ഛനാണെന്ന് തിരിച്ചറിയാതെ വളരണം ഇനി ആ കുഞ്ഞ്. സിദ്ധാർത്ഥനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാതെ ആ കുഞ്ഞിനെ വളർത്താൻ കഴിയോ എന്റെ മൈനയ്ക്ക്? കഴിയും സാറേ. സാറ് പറഞ്ഞ അനുസരിക്കും മോള്. അത്രയ്ക്ക് പാവമാ മോള്. മൈനയുടെ കുഞ്ഞിന്റെ അച്ഛനാര്? ആ ചോദ്യാവും ഇനി എന്റെ തലയ്ക്ക് മീതെ തൂങ്ങുന്ന മൂർച്ചയുള്ള വാള്. ആരോടൊക്കെയാ ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടതെന്ന് അറിയില്ല. എന്തൊക്കെ കള്ളം പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ജീവിക്കാൻ കഴിയാന്നും അറിയില്ല. ഇനി അങ്ങോട്ട് ഹരിശങ്കറിന്റെ ജീവിതത്തിന്റെ 2ാം അംഗം തുടങ്ങുക. സ്വന്തം നിഴലിനോട് പോലും യുദ്ധം ചെയ്ത് ജയിക്കേണ്ടി വരിക. നിഴലുകൾക്കൊരിക്കലും ജയിക്കുവാനോ തോൽക്കുവാനോ കഴിയില്ലല്ലോ. ഇവിടെ ജയിക്കേണ്ടതും തോൽക്കേണ്ടതും ഞാൻ തന്നെയാ. ഒക്കെ ശരിയാകും സാറേ. എത്ര കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴയായാലും അത് കടലിൽ ചെല്ലുമ്പോ തെളിനീരാകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ എങ്ങനെയൊക്കെ ആയാലും ഒരിക്കൽ എല്ലാം കലങ്ങി തെളിയും. സാറ് സമാധാനിക്കേ, ഒക്കെ ശരിയാകും. സമാധാനിക്കാൻ ഞാൻ വെറുതെയെങ്കിലും സമാധാനിക്കാൻ ഞാൻ. ഒക്കെ ശരിയാവും. ശരിയാവട്ടെ. പക്ഷെ എങ്ങനെ? അമ്മണിയമ്മ പറഞ്ഞാ ശരി. എല്ലാം എല്ലാം കടലെടുക്കണം. എന്നാലേ ശരിയാവും. സാറേ, നെരിപ്പോടിനുള്ളില എന്നും എന്റെ ഹൃദയം നേറി നേറി ഇങ്ങനെ ഉള്ളിലെ പച്ചമാംസത്തിൽ തീക്കനൽ നേറി പിടിക്കുക. ഇങ്ങനെ ഒരുകി തീരാനാ എന്റെ ഈ ജന്മം. ഒരാശ്വാസമേ ഉള്ളൂ. എന്റെ മാനസികില്ലാതെ പോയ ഭാഗ്യം എന്റെ മൈനയ്ക്ക് കൊടുത്തുല്ലോ ഈശ്വരൻ. നീയാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ. എന്ത് ചെയ്യും ആ കുഞ്ഞിനെ നീ? മൈനയ്ക്ക് തനി അതിനെ വളർത്താനാവൂ? കഴിയില്ല സിദ്ധു. ഇപ്പോഴും അവിവാഹിതയായ സ്ത്രീയാണ് മൈന. നീയോ? നിന്നെ മാത്രം സ്നേഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യ നിനക്കുണ്ട് മാനസ. നീ ആരെ സ്വീകരിക്കും? നീ ആരെ സ്നേഹിക്കും? നിന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ നിമിഷങ്ങൾ എണ്ണി കഴിയുന്ന മൈനയോ, അതോ നിന്നെ ഓർത്ത് മാത്രം ജീവിച്ചിരിക്കുന്ന മാനസയോ? പറ സിദ്ധു. പക്ഷേ എടുത്തി എനിക്ക് ഉത്തരം പറയാൻ നിനക്കാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇനിയെങ്കിലും നീ അതിന് ഉത്തരം കണ്ടെത്തണം സിദ്ധു. അല്ലാതെ ഇതിങ്ങനെ തുടർന്നു പോയാൽ അസ്വസ്ഥമാവുന്നത് മറ്റു പലരുടെയും ജീവിതങ്ങളാ. പക്ഷെ ഇനിയെങ്കിലും നീ അതിന് ഉത്തരം കണ്ടെത്തണം സിദ്ധു. അല്ലാതെ ഇതിങ്ങനെ തുടർന്നു പോയാൽ അസ്വസ്ഥമാവുന്നത് മറ്റു പലരുടെയും ജീവിതങ്ങളാ. ഒരിക്കൽ എന്റെ തെറ്റിദ്ധാരണയുടെ പേരിൽ നഷ്ടപ്പെടലിന്റെ അറ്റത്തോളം എത്തിയതാ എന്റെ ജീവിതം. അത് വീണ്ടെടുത്ത് തന്നത് നീയാ. ആ നന്ദി ഉണ്ടാവും ഏടത്തേക്കെന്ന് നിന്നോട്. അതുകൊണ്ട് പറയാ, ഇനിയെങ്കിലും നീ ഒരു ഉറച്ച തീരുമാനം എടുക്കണം സിദ്ധു. ശരിയാണ്. ഒരു ചോദ്യത്തിന് ഉത്തരമില്ല എനിക്ക്. പക്ഷേ
മാനസയോ മൈനയോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമല്ല എന്റെ മനസ്സിലെ. എന്റെ കുഞ്ഞ എന്നെ അച്ഛാന്ത് വിളിക്കാൻ, എനിക്ക് താലോലിക്കാൻ, എന്റേതെന്ന് അവകാശപ്പെടാൻ ഒരു കുഞ്ഞ്. അപ്പോ മാനസ അഡോപ്റ്റ് ചെയ്യുന്ന കുഞ്ഞോ? അതിന് നീ എന്ത് ചെയ്യും? അത് പിന്നെ എത്ര സ്നേഹം പുരട്ടിയാലും ആ കുഞ്ഞൊരിക്കലും നിന്റെ സ്വന്തം ആവില്ലല്ലോ സിദ്ധു. അതിനെ നിന്റെ സ്വന്തം കുഞ്ഞായിട്ട് നിനക്ക് സ്നേഹിക്കാനാവോ? കഴിയില്ല. നിനക്കെന്നല്ല, ആർക്കും അതിന് കഴിയില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് മറ്റൊരിടത്ത് അനാഥമായി കഴിയുമ്പോ ദത്തെടുത്ത കുഞ്ഞിനെ എല്ലാം മറന്ന് സ്നേഹിക്കാനാവില്ല നിനക്ക്. ഓ, ഗൗരിയെടുത്തി, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ? ഒരിക്കലും ജനിക്കരുതാത്ത കുഞ്ഞാണത്. എല്ലാ ജീവിതങ്ങളും തകർക്കാൻ പിറക്കുന്ന ജന്മം. എടുത്തി, നീ ദേഷ്യപ്പെടേണ്ട സിദ്ധു. ഞാൻ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു എന്നേ ഉള്ളൂ. സിദ്ധു, വിവാഹത്തിന് മുമ്പ് ഇതുപോലുള്ള ചില റിലേഷൻസ് പലർക്കും ഉണ്ടാവും. അതുപോലെ ഒന്നും മാത്രമാ നിനക്ക് മൈന. അവളെ സംബന്ധിക്കുന്ന എന്തും. പക്ഷെ മാനസ, അവൾ നീ മിന്നുകെട്ടിയ നിന്റെ ഭാര്യയാണ്. നീ ജീവിക്കേണ്ടത് മാനസയ്ക്കൊപ്പം. മറ്റെല്ലാം മറക്കാൻ ശ്രമിക്കുക. ഗൗരിയെടുത്തി, ഗൗരിയെടുത്തി എത്ര സിമ്പിൾ ആയിട്ട് അങ്ങ് പറഞ്ഞു തീർത്തത്. നന്നായി. ഹരിയേട്ടൻ പറഞ്ഞായിരിക്കും അല്ലേ? ഗൗരിയെടുത്തി ഇനി എന്തൊക്കെ പറഞ്ഞാലും മൈനെ പ്രസവിക്കുന്ന കുഞ്ഞ് അതെന്റെ തന്നെയാ. അതിനെ വളർത്തേണ്ട ഉത്തരവാദിത്വം എന്റെ തന്നെയാ. സിദ്ധു, ഇത് പ്രശ്നമാവും സിദ്ധു. മനസ്സ് നിനക്ക് വേണ്ടിയാ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. അവളാകെ ത്രില്ലിലാണ്. ആയിക്കോട്ടെ, പക്ഷേ ഏടത്ത് കയറി ടെൻഷൻ വേണ്ട. മാനസ ഒരിടത്തൊന്നും ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പോകുന്നില്ല. എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോ മറ്റൊരാളുടെ ചോരയെ സ്നേഹിക്കാൻ ചിലപ്പോ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. സിദ്ധു, ഞാൻ ഹരിയേട്ടനെ പോലെ വലിയ മഹാനൊന്നുമല്ല. ഒരു സാധാരണ മനുഷ്യനാ. വെറും മനുഷ്യൻ. ശരി, ഞങ്ങൾ എത്തിക്കോളാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. സിദ്ധു, ദേ സ്നേഹഗിരി ഓർഫനേജിലെ മദറാ വിളിച്ചേ. എന്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ കോണ്ടാക്ട് ചെയ്തതാ. ഇപ്പതാ തിരിച്ചു വിളിച്ചിരിക്കുന്നു. അവിടെ കുട്ടികളുണ്ടെന്നാ പറയുന്നേ. കുട്ടികളുണ്ടെന്ന് പറയുമ്പോ എത്ര വലുതായിരിക്കും സിദ്ധു? തീരെ പൊടിക്കുഞ്ഞായിരിക്കോ? എന്തായാലും തിരിച്ചറിവ് വന്ന കുട്ടിയാവണ്ട. വളരുമ്പോ വേറെ ഒന്നും ഓർമ്മയിൽ ഉണ്ടാവരുത്. നമ്മളായിരിക്കണം ആ കുഞ്ഞിന്റെ ഓർമ്മകളില് അച്ഛനും അമ്മയും. അങ്ങനെയുള്ള കുഞ്ഞിനെ മതി നമുക്ക്, അല്ലേ സിദ്ധു? ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ? സിദ്ധു പറ. എനിക്കറിയാം സിദ്ധുവിന് ഇഷ്ടം പെൺകുഞ്ഞിനെയാ. നമുക്കത് മതി, പെൺകുഞ്ഞിനെ മതി, അല്ലേ സിദ്ധു? ഇനിയെങ്കിലും എന്നോട് എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ സിദ്ധുവിന്? മൈനയ്ക്കും കുഞ്ഞിനും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ മണിയമ്മേ. ശ്രദ്ധിക്കാൻ പറയണം അവരോട്. ആ നേഴ്സുമാരോട് ഇരുന്ന് ഉറങ്ങരുതെന്ന് പറയണം, കേട്ടല്ലോ?
ഞാൻ രാവിലെ വരാം. ശരി, ഇടയ്ക്ക് വിളിച്ചോളാം ഞാൻ. എന്താ ഹരി, ഒരു രഹസ്യം? മൈന പ്രസവിച്ചു അല്ലേ? കുട്ടി പെൺകുട്ടിയാണ്. ഹരി കണ്ടോ കുഞ്ഞിനെ? ഇല്ല. എന്തേ, വല്ല കോംപ്ലിക്കേഷൻസും? എന്തോ പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞേ. ഗൗരി, ഈശ്വരൻ ഇങ്ങനൊരു ചതിയിൽപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ ഒരു ഉത്സവമായിരുന്നേനെ. എന്റെ മൈന ഒരമ്മയായതിന്റെ ആഘോഷം ഈ ലോകത്തെ മുഴുവൻ കുലുക്കി താഴെയിട്ടേനെ ഞാൻ. അറിയോ, ഇതിപ്പോ വെറും ഒരു അനാഥ പെണ്ണിനെ പോലെ ആളും പേരും ഇല്ലാതെ ഒരു ആശുപത്രിയുടെ നനവുള്ള ചുമര് പറ്റി എന്റെ മൈന കിടക്കുക. ഒരു പിഞ്ചു കുഞ്ഞും. ഈശ്വര. ഗൗരി, നമുക്ക് വളർത്തണം ആ കുഞ്ഞിനെ.